ഹലോ ഫ്രണ്ട്സ്, പോക്കറ്റ് നെഫിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് hyundai Ioniq 5 ആണ്. hyundai Ioniq 5ൻ്റെ യൂസർ എക്സ്പീരിയൻസിനാണ് നമ്മളിവിടെ വന്നെങ്കിലും അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് നിങ്ങളെ വണ്ടി ഒന്ന് പരിചയപ്പെടുത്താം. അതിനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. hyundai Ioniq 5നെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഡിസൈൻ എലമെൻറ്റ്സ് അതൊന്ന് ശ്രദ്ധിച്ചു നോക്കി. ഇത്രയും അടിപൊളി ഡിസൈനുള്ള എത്ര വണ്ടികളാണ് നമ്മുടെ ഇന്ത്യൻ റോഡ്സിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ബാക്കിൽ Ioniq 5 എന്നുള്ള റൈറ്റിങ്ങും ഫ്രണ്ടിലെ കട്ടിങ്ങും ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ ലുക്കിങ്ങും എല്ലാം ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈൻസാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ടയറിൻ്റെ സൈസൊക്കെ കണ്ടോ, 20 ഇഞ്ച് ടയേഴ്സാണ് വന്നിരിക്കുന്നത്. മൊത്തം ഫ്ലാറ്റ് കട്ടിങ്സ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അതുപോലെ ഫ്രണ്ടിലെ ഗ്രില്ലെന്ന് പറയാനൊക്കില്ല, ഫ്രണ്ടിലെ ആ ഒരു ഏരിയയും പിന്നെ ഫ്രണ്ട് 360 ക്യാമറയുടെ ഫ്രണ്ട് ക്യാമറ വരുന്നു. അതുപോലെ എയർ ഇൻടേക്കിനുള്ള സ്പേസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇത് ക്ലോസ് ആവും, പിന്നീട് കൂളിങ്ങിൻ്റെ സമയത്ത് ഓൺ ആവുന്ന ഒരു മെക്കാനിസമാണ് അവിടെ വന്നിരിക്കുന്നത്. അതുപോലെ ഫീച്ചറിസ്റ്റിക് വാഹനമായതുകൊണ്ട് ഫീച്ചേഴ്സിലൊട്ടും മറ്റേ നമ്മൾ റീസെൻ്റ്ലി ചെയ്ത കുറച്ച് വണ്ടികളിൽ ഇലക്ട്രിക് കാർസ് വിത്തൗട്ട് ഇലക്ട്രോണിക്സ് എന്നൊക്കെ കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലൊന്നും അല്ല, ധാരാളം മാക്സിമം കൊടുക്കാൻ പറ്റുന്ന ഫീച്ചേഴ്സ് എല്ലാം ഈ ഒരു Ioniq 5ൽ വന്നിട്ടുണ്ട്. ഈ Ioniq 5ൻ്റെ പ്ലാറ്റ്ഫോം നോക്കുകയാണെന്നുണ്ടെങ്കിൽ Kia EV6 കുറച്ച് നാൾക്ക് മുമ്പ് ലോഞ്ച് ചെയ്ത ഇലക്ട്രിക് വാഹനമാണ്, പ്രീമിയം ലക്ഷറി ഇലക്ട്രിക് വാഹനമാണ്. ആ Kia EV6ൻ്റെ സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള വാഹനമാണ് നമ്മുടെ Ioniq 5 എന്ന് പറയുന്നത്. ഹ്യുണ്ടായും കിയയും ഉള്ള ബന്ധമൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു കൊറിയൻ ഇലക്ട്രിക് വാഹനമാണ് ഈ കിടക്കുന്നത്. ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിൽ ഒരു രക്ഷയില്ല. നമുക്ക് ഒരു മെർസിഡീസിൻ്റെ ഒരു എസ് ക്ലാസ് പോയാലും ഇത് പോയാലും നമ്മൾ ഇതേ നോക്കുകയുള്ളൂ. അതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി. അതുകൊണ്ടായിരിക്കും ഇപ്പം പുതിയ ഇലക്ട്രിക്കൽ കാർസ് വരുമ്പോൾ ഓരോ വണ്ടിയുടെയും ഡിസൈൻ, നമ്മൾ റീസെൻ്റ്ലി ചെയ്ത Atto 3യുടെ ഡിസൈനും എല്ലാം നമുക്ക് ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് തോന്നിയിട്ടുണ്ട്. Kia EV6 കുറച്ചുകൂടെ മസ്കുലറാണ്, പക്ഷേ ഇതിനെ സംബന്ധിച്ച് മസ്കുലർ ഷേപ്സിനെക്കാട്ടിൽ കൂടുതൽ ഫ്ലാറ്റ് കട്ടിങ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഒരു ഡീസൻറ്റ് ഡിസൈനായിട്ടാണ് ഈ ഒരു വണ്ടി വന്നിരിക്കുന്നത്. ഇതിൻ്റെ റിയർ ഭാഗം കണ്ടില്ല, ഇതിൻ്റെ ആ ഒരു ഡിസൈൻ എലമെൻസും എല്ലാം അതിഗംഭീരമായിട്ട് തന്നെ ഈ വണ്ടിയിൽ അവർ കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് നമുക്ക് കയറാം. ഓക്കെ, നമുക്ക് ഇൻറ്റീരിയറിൽ നമ്മൾ ലോക്ക് ചെയ്യുമ്പം ഇത് ഓപ്പൺ ആയിട്ട് വരുന്ന ടൈപ്പിലുള്ള ഹാൻഡിൽസ് ആണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. ഇത്രയും ലക്ഷറി ആയിട്ടുള്ള ഇൻറ്റീരിയർ മെർസിഡീസിൻ്റെ EQSലൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുപോലത്തെ ലക്ഷറി ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് ഈ വണ്ടിയിൽ വന്നിരിക്കുന്നത്. കണ്ടോ, ഈ ഒരു ഡ്രൈവിംഗ് സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ ഡ്രൈവറിന് മാത്രമല്ല കോ പാസഞ്ചറിനും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ റിയർ പാസഞ്ചേഴ്സിനും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. പിന്നീട് നമുക്ക് കാലൊക്കെ നിവർത്തി വെക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർക്കും ചെറുതായിട്ട് ഒരു ലെഗ് സപ്പോർട്ട് കൊടുക്കാനുള്ള സംഭവങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. പിന്നീട് പാനോരമിക് സൺറൂഫ് അല്ല, മൂൺലൈറ്റ് സൺറൂഫാണ് വന്നിരിക്കുന്നത്. അതായത് നമുക്ക് ഗ്ലാസ് ഓപ്പൺ ആക്കാൻ ഒക്കില്ല, ഇത്രയും മാത്രമേ ഉള്ളൂ. എങ്കിലും ആ ഒരു സെൻറ്ററിൽ നിന്ന് ഓപ്പൺ ആയി വരുന്ന ആ ഒരു സെറ്റപ്പ് ഒക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് എന്നെനിക്ക് ഫീൽ ചെയ്തു. പിന്നീട് ആംറസ്റ്റ് വരുന്നുണ്ട്, അതിനകത്ത് സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. പിന്നെ സ്റ്റോറേജ് സ്പേസുകളെ പറ്റി പറയുകയാണെങ്കിൽ ധാരാളം സ്റ്റോറേജ് സ്പേസുകളൊന്നും ഇല്ല, ആവശ്യത്തിനുള്ള സ്റ്റോറേജ് സ്പേസ് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബോട്ടിൽ ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട്. അതുപോലെ ഡോർ പാഡിൽ ബോട്ടിൽ ഹോൾഡേഴ്സും കുറച്ച് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലും അതുപോലെ തന്നെ ബാക്ക് സൈഡിലും അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിൻ്റെ ഒരു സീറ്റിങ്ങിൻ്റെ ഒരു സ്പേസ് കണ്ട, ആ ഒരു റിയർ പാസഞ്ചേഴ്സിന് കൊടുക്കാവുന്ന ഏറ്റവും സ്പേഷ്യസ് ആയിട്ടുള്ള സീറ്റ്സ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ സീറ്റിംഗ് കംഫർട്ട് തന്നെ പറയാം. കാരണം ഇതിന് ഇന്നോവ ക്രിസ്റ്റയുടെ സെയിം വീൽ ബേസ് വരുന്ന വണ്ടിയാണ്. നമ്മുടെ XUV 700 ഒക്കെ അത്രയും ഡയമെൻഷൻ, അത്രയും നീളം ലെങ്ത്ത് ഉള്ള ഒരു വണ്ടിയാണ്. പക്ഷേ ഇത് 5 സീറ്ററാണ്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി, ഒരു 7 സീറ്ററിൻ്റെ വലുപ്പത്തിൽ 5 സീറ്റർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൽ കൊടുക്കാവുന്ന സ്പേസ് എന്തുമാത്രമായിരിക്കും. അതെല്ലാം വൃത്തിയായിട്ട് മാനേജ് ചെയ്താണ് ഇവർ ഈ ഒരു വണ്ടി നിർമ്മിച്ചിരിക്കുന്നത്. ബൂട്ട് സ്പേസും 500+ ലിറ്റേഴ്സ് ബൂട്ട് സ്പേസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ക ബിൽഡ് ക്വാളിറ്റിയാണ്. അത് മാത്രമല്ല ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവർ ഇതിൻ്റെ മാനുഫാക്ചറിങ് നടത്തിയിരിക്കുന്നത്. കുറച്ച് റീസൈക്ലിംഗ് പാർട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ മാനുഫാക്ചറിങ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഇതിൻ്റെ മാനുഫാക്ചറിങ്ങിനെ തന്നെ പറയാനായിട്ട് പറ്റും. ഇലക്ട്രിക് കാർസ് എക്കോ ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ ചിലർ വന്ന് തർക്കിക്കാറുണ്ട്, അതിൻ്റെ ബാറ്ററി ഉണ്ടാക്കാൻ കുറേ പൊല്യൂഷൻ ഉണ്ടാവുന്നില്ലെന്ന്. പക്ഷേ ബാറ്ററി ഉണ്ടാക്കാൻ മാത്രമേ പൊല്യൂഷൻ ഉണ്ടാവുന്നുള്ളൂ, അതിനുശേഷം പൊല്യൂഷൻ അത് ഒട്ടും പുറപ്പെടുവിക്കുന്നില്ല. നോർമൽ ഐസി എഞ്ചിൻ കാർസ് ഉണ്ടാക്കാനും പൊല്യൂഷൻ ഉണ്ടാവുന്നില്ലേ, അത് ഉണ്ടാക്കുമ്പോഴും മാനുഫാക്ചർ ചെയ്യുന്ന സമയത്തും റോഡിൽ ഓടിക്കുന്ന സമയത്തും പൊല്യൂഷൻ ഉണ്ടാകുന്നില്ലേ, അതുപോലെ ഇതിലില്ല എന്നുള്ള ഒരു കാര്യം. തർക്കിക്കാനാണെങ്കിൽ കുറേ തർക്കിക്കാൻ കാണും. ഓക്കെ, അതൊക്കെ എവിടെ ഇരിക്കട്ടെ. ഇപ്പം ബാക്കി ഫീച്ചേഴ്സിനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 MIDയും അതുപോലെ ഇൻഫർടൈൻമെൻറ്റും രണ്ടും നല്ല ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വൃത്തിക്ക് തന്നെ കൊടുത്തിരിക്കുന്നു. രണ്ടും ഒരു കണക്ഷൻ കൊടുത്തിട്ടില്ല, സെൻറ്ററിൽ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അത് കണക്ട് ചെയ്തിട്ട് നമുക്ക് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ വ്യത്യാസം ഫീൽ ചെയ്തേനെ. പിന്നീട് അതുപോലെ ഫുൾ ഫെദർ ടച്ച് സ്വിച്ചസ് ആണ് വന്നിരിക്കുന്നത്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ACs വരുന്നുണ്ട്. ഡ്യുവൽ സോൺ AC ആണ് വന്നിരിക്കുന്നത്. രണ്ട് സൈഡും
ഇൻഡിവിജ്വലി നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 360° ക്യാമറ, പാർക്കിംഗ് സെൻസേഴ്സിൻ്റേത്, ട്യൂണ്, നമുക്ക് വോളിയം കൺട്രോൾസിൻ്റെ സ്വിച്ചസ് വന്നിട്ടുണ്ട്, ട്യൂണിങ്ങിൻ്റെ സ്വിച്ചസ്, മീഡിയ, നാവിഗേഷൻ, മാപ്പ്, അങ്ങനെയുള്ള എല്ലാ സ്വിച്ചസും വന്നിട്ടുണ്ട്. പിന്നീട് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചസ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ സ്റ്റിയറിംഗ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്രൂസ് കൺട്രോളിൻ്റെ സ്വിച്ചസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യാനുള്ള സ്വിച്ചസ് വന്നിട്ടുണ്ട്. ഡ്രൈവ് മോഡ് നമ്മൾ മാറ്റി കഴിഞ്ഞാൽ സ്പോർട്സ് മോഡ് റെഡ് കളർ, അതുപോലെ തന്നെ ഇക്കോ മോഡ്, നോർമൽ മോഡ്, അങ്ങനെ 3 മോഡ്സാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇപ്പോൾ 87% ആണ് ചാർജ് ഉള്ളത്. ഇപ്പം 494 കിലോമീറ്റർ ആണ് നോർമൽ മോഡിൽ നമുക്ക് കാണിക്കുന്നത്. ഇനി സ്പോർട്ട് മോഡിൽ 479 കിലോമീറ്ററും എക്കോ മോഡിൽ 509 കിലോമീറ്ററുമാണ്. അത് നമ്മൾ AC ഒന്ന് ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ AC ഓഫ് ചെയ്യുന്ന സ്വിച്ച് ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടെ. ഓക്കെ, AC ഓഫ് ചെയ്തപ്പോൾ 564 കിലോമീറ്റേഴ്സ് ആണ് ടോട്ടൽ റേഞ്ച് കാണിക്കുന്നത്. അപ്പം AC ഓഫ് ചെയ്ത് നമുക്കൊന്നും ഡ്രൈവ് ചെയ്യാനൊക്കെ ഇല്ല, അതുകൊണ്ട് AC ഓണാക്കി തന്നെ നമ്മൾ നോക്കുന്നു. 1300 കിലോമീറ്റേഴ്സ് ഈ വണ്ടി ഓടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് യൂസറിന് ഇത്രയും നാൾ ഉപയോഗിച്ചതിൻ്റെ ഒരു പക്ക എക്സ്പീരിയൻസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അത് തീർച്ചയായിട്ടും കാണാനായിട്ട് മറക്കരുത്. ഓക്കെ, പിന്നീട് ഫ്രണ്ടിൽ ഒരു കണക്ഷൻ വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിൽ ടൈറ്റ് പാർക്കിംഗ് ഉള്ളിടത്ത് നമുക്ക് ഇതുവഴി ഇറങ്ങി പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ MG കൊമറ്റ് EVയുടെ കാസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ട്രാൻസ്മിഷൻ ഒന്നും പ്രത്യേകിച്ച് സ്വിച്ചസ് ഇവിടെ വന്നിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ ഒരു സ്പേസും കാര്യങ്ങളും വന്നിട്ടുള്ളത്. പക്ഷേ ട്രാൻസ്മിഷൻ്റെ സ്വിച്ചസ് നമ്മുടെ ലൈറ്റ് കൺട്രോൾ പോലെ തന്നെ ഇവിടെയാണ് വന്നിരിക്കുന്നത്. അപ്പം അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. പാർക്കിംഗ് മോഡ്, ഡ്രൈവ് മോഡ്, ന്യൂട്രൽ, റിവേഴ്സ് എന്നുള്ള ഓപ്ഷൻസ് നമുക്ക് ഇവിടെ വന്നതുകൊണ്ട് നമുക്ക് ആദ്യമൊക്കെ ഓടിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും, പിന്നീട് അതങ്ങ് യൂസ്ഡ് ആകുമ്പം ഓക്കെ ആവും. പിന്നീട് വിൻഡോസിൻ്റെ കൺട്രോൾസും ORVMസിൻ്റെ കൺട്രോൾസും എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. മെമ്മറി സീറ്റ്സിൻ്റെ കൺട്രോൾസ് എല്ലാം അവിടെ വന്നിട്ടുണ്ട്. മെമ്മറി സീറ്റ് ഫംഗ്ഷൻസ് ഉണ്ട് കേട്ടോ, അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു. പിന്നീട് ഇതിൽ ബോസിൻ്റെ സ്പീക്കേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പം സ്പീക്കർ ക്വാളിറ്റി അതിഗംഭീരമായിരിക്കും തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റും. ബോസിൻ്റെ എന്ന് പറയുമ്പോൾ അതൊരു പ്രീമിയം ബ്രാൻഡാണല്ലോ, അപ്പം അതിൻ്റെ സ്പീക്കർ ക്വാളിറ്റി അതിഗംഭീരമായിരിക്കും. പിന്നീട് AC കൂളിംഗ്, ഡ്യുവൽ സോൺ AC ആണെന്ന് മുമ്പേ പറഞ്ഞിരുന്നു. AC കൂളിംഗും പക്കയാണ്, പെട്ടെന്ന് തന്നെ കൂളാവുന്നു. റിയർ AC വരുന്നുണ്ട്. അതുപോലെ തന്നെ സീറ്റ് കൺട്രോൾസ് ഡ്രൈവറിനെ തന്നെ കൺട്രോൾ ചെയ്യാം. റിയർ സീറ്റിൻ്റെ കൺട്രോൾസ് ആണ്, കണ്ടോ ഞാനിവിടെ പ്രസ് ചെയ്യുമ്പോൾ റിയർ സീറ്റ് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും പോകുന്ന നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് റിയർ സീറ്റിൽ 2 സീറ്റും ഇൻഡിവിജ്വലി നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ആണ് ഇത് വെച്ച് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇത്രയും ഫീച്ചേഴ്സാണ് സീറ്റിങ്ങിൽ മാത്രം വന്നിരിക്കുന്നത്. പിന്നീട് 360° ക്യാമറയുടെ ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പം ഇങ്ങനെയുള്ള വ്യൂവും അതുപോലെ തന്നെ 3D വ്യൂസും എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുള്ള ഓപ്ഷൻസ് എല്ലാം ഈ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഡിസ്പ്ലേയുടെ ക്വാളിറ്റി ഒരു ഐഫോണൊക്കെ യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് പക്ക സ്മൂത്തായിട്ട് കണ്ടോ, ഭയങ്കര സ്മൂത്താണ് വണ്ടിയുടെ ഡിസ്പ്ലേ ക്വാളിറ്റി. ഇതിൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കാണാനായിട്ടുണ്ട്. ഇഷ്ടം പോലെ ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഇതിൻ്റെ ഹോൺ കണ്ടോ, ജസ്റ്റ് ഹോൺ ഒന്ന് അടിച്ച് കേൾപ്പിച്ചാണ്, നിങ്ങൾ കേട്ടോ എന്നറിയില്ല, എങ്കിലും ഞാൻ ഒത്തിരി അടിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടുകാരൊക്കെ ഇറങ്ങി വരും, അതുകൊണ്ട് നമ്മൾ ഒത്തിരി ട്രൈ ചെയ്യുന്നുള്ളത്. ഓക്കെ, പിന്നീട് വോയിസ് അസിസ്റ്റൻസ് ഉണ്ടോ? Please open driver side window. Open driver side window. Sorry, please repeat your last order. ആ ഫീച്ചർ സപ്പോർട്ടഡ് അല്ല, അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നും ഇതിൽ വന്നിട്ടില്ല. പിന്നെ ഇതിൻ്റെ ബാറ്ററി ഫീച്ചേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ 631 കിലോമീറ്റേഴ്സ് ആണ് ഇവർ ഓഫർ ചെയ്യുന്ന റേഞ്ച്. 71 kWh ബാറ്ററിയാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓണറിന് എത്ര കിലോമീറ്റർ ഒക്കെ കിട്ടുന്നുണ്ടെന്നുള്ളതൊക്കെ നമ്മൾ ഡയറക്റ്റ് ചോദിച്ചിട്ട് നമ്മൾ യൂസർ എക്സ്പീരിയൻസ് വീഡിയോസിൽ അത് ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നീട് ഹ്യൂണ്ടൈ ബാറ്ററീസിനെ പറ്റി, അതിൻ്റെ ഡ്യൂറബിലിറ്റിയെ പറ്റി കുറച്ച് ഡൗട്ട്സ് ഉണ്ട് പലർക്കും. ഏത് ബ്രാൻഡ്സ് നിർമ്മിച്ച് നൽകുന്ന ബാറ്ററിയാണ് ഹ്യൂണ്ടൈ യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ആ കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അതേപോലെ നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുക. ഇതൊരു ഡിസ്കഷൻ ഏരിയ ആയിട്ട് നിങ്ങൾ കണക്കാക്കി നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഹ്യൂണ്ടയുടെ ബാറ്ററീസ്, ഹ്യൂണ്ടയുടെ നമ്മുടെ നെക്സൺ EV വരുന്നതിന് മുമ്പ് വന്ന വണ്ടിയാണ് ഹ്യൂണ്ടയുടെ കോന എന്ന് പറയുന്നത്. അപ്പം കോന ഇപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ നിരത്തുകളിൽ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ യൂസർ എക്സ്പീരിയൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ യൂസർ പക്ക ചെറിയ കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി കാര്യങ്ങളെല്ലാം പക്ക സാറ്റിസ്ഫൈഡ് ആണ് അതിൻ്റെ യൂസറും. അപ്പോൾ അതിൻ്റെ റിലയബിലിറ്റി ഒരു 3-4 ഇയേഴ്സ് ആയ കാറാണ്. 3-4 ഇയേഴ്സിൽ പക്ക 100% അതേപോലെ തന്നെ പോകുന്നു. അപ്പം ഇത് മാത്രമുണ്ട് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഏതായാലും നമുക്ക് കണ്ടറിയാം. പിന്നീട് കിയ EV6-നെക്കാട്ടിൽ ഏകദേശം 15-20 lakhs വില വ്യത്യാസമാണ് ഈ Ioniq 5-ന് വന്നിരിക്കുന്നത്. കിയ EV6-ന് 70-75 lakhs ഓൺ റോഡ് പ്രൈസ് വരുന്നിടത്ത് ഈ വണ്ടിക്ക് 45 lakhs മാത്രമാണ് എക്സ് ഷോറൂം, 50 lakhs ആണ് ഓൺ റോഡ് പ്രൈസ് വന്നിരിക്കുന്നത്. അപ്പം അത് വലിയൊരു വ്യത്യാസമാണ്. 20 lakhs എന്ന് പറയുമ്പോൾ ഒരു നെക്സൺ EVയുടെ എടുക്കാനുള്ള പൈസയാണ് നമുക്ക് അവിടെ ലാഭിക്കാൻ പറ്റുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് CB യൂണിറ്റ് ആണ് കിയ EV6 എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഇന്ത്യയിൽ അസംബിൾ ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്
ഈ അയണിക് 5 എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിന് വിലയിൽ അത്രയും വ്യത്യാസം വന്നിരിക്കുന്നത്. അതുപോലെ പല വണ്ടികളും ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തുമാത്രം വില വ്യത്യാസം വരും എന്ന് നമുക്ക് കണ്ടറിയാം. പക്ഷേ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന പല വണ്ടികൾക്കും ഒരു വില വ്യത്യാസം വരാറില്ല. വില കയറി പോകുന്ന ടാക്സിൻ്റെ കാര്യങ്ങളും എല്ലാ രീതിയിലും വില കയറി പോകുന്ന വണ്ടിയുടെ വില ഓരോ വർഷവും 1 lakh 2 lakh വെച്ചൊക്കെയാണ് ചില വണ്ടികൾക്ക് കൂടുന്നത്. നോർമൽ വണ്ടികളിൽ, ഞാൻ ഇത്രയും പ്രീമിയം വണ്ടികളിലോട്ടല്ല പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഹ്യൂണ്ടായി അയണിക് 5നെ പറ്റി നമുക്ക് പറയാനായിട്ടുണ്ടായിരുന്നത്. ഇതുപോലുള്ള പ്രീമിയം ഇലക്ട്രിക് കാസിൻ്റെ യൂസർ എക്സ്പീരിയൻസും റിവ്യൂസും നമ്മുടെ ചാനലിൽ സ്ഥിരമായിട്ട് നമ്മൾ ഇടാറുണ്ട്. നോർമൽ കാസിൻ്റെയും എല്ലാ വണ്ടികളുടെയും യൂസർ എക്സ്പീരിയൻസ് നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഈ വണ്ടിയെ പറ്റിയുള്ള ഡൗട്ടും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് സെക്ഷൻ രേഖപ്പെടുത്തുക. പിന്നീട് യൂസർ എക്സ്പീരിയൻസ് കാണാനായിട്ട് ഒരിക്കലും മറക്കരുത്. കാരണം അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതിൻ്റെ ഓണറോട് നമ്മൾ കിയ അയണിക് 5 എന്നുള്ളത് വളരെ കയ്യിലെണ്ണാവുന്ന വണ്ടികൾ മാത്രമൊക്കെ ഇറങ്ങിയിട്ടുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ പത്തനംതിട്ട റേഞ്ചിലൊന്നും വണ്ടികൾ വേറെ ഇല്ല. ഫസ്റ്റ് വണ്ടിയാണിത്. കൊച്ചിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാനിതൊരു റോഡിൽ കണ്ടിട്ടില്ല ഈ വണ്ടി. ഞാൻ ഫസ്റ്റ് ടൈമാണ് അയണിക് 5 നേരിട്ട് കാണുന്നത്. കിയ EV6 ഷോറൂമിലൊക്കെ കിടന്ന് കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ഡയറക്റ്റ് ഹ്യുണ്ടായിൽ നിന്ന് മാത്രമേ പർച്ചേസ് ചെയ്യാൻ പറ്റൂ. ഡീലർ ത്രൂ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് വണ്ടി കാണാനും കുറച്ച് പാടാണ്. ഏതായാലും നമുക്ക് അതിനുള്ള ഓപ്ഷൻ കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുറച്ച് ക്വിക്കായി, കാരണം ഒത്തിരി ലോങ് ആക്കിക്കൊണ്ട് പോകാതെ നമ്മൾ ഗോപ്രോ വെച്ച് തന്നെ ഷൂട്ട് ചെയ്ത് ക്വിക്കായിട്ട് വണ്ടി എന്താണെന്ന് പരിചയപ്പെടുത്താനാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. ഇനി തൊട്ട് പുറകെ നമ്മൾ ഇതിൻ്റെ യൂസർ എക്സ്പീരിയൻസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് കാണാനായിട്ട് മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.